സ്വാതന്ത്ര്യം എന്നുള്ളത് എന്തും ചെയ്യാനുള്ള അംഗീകാരമോ അധികാരമോ അല്ല. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ആളുകൾ പറഞ്ഞ്, അയ്യോ ഇനി ഈ ട്രെയിൻ നമ്മുടെ ട്രെയിനാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ അങ്ങ് യാത്ര ചെയ്യുക. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ കയറി പിടിച്ചു, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുക. അപ്പോൾ അവർ ചോദിക്കുക, ഇത് നമ്മുടെ ട്രെയിനല്ലേ, നമുക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ അവരെങ്ങനെയാണ് സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കിയത്? അപ്പോൾ സ്വാതന്ത്ര്യം എന്നാൽ എന്തെന്ന് മനസ്സിലാക്കണ്ടേ? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമകൾ യാതൊരു വിഘ്നവും കൂടാതെ നിവർത്തിക്കുന്നതിനുള്ള അവകാശമാണ്. ഫ്രീഡം ഈസ് ദ റൈറ്റ് ഓഫ് ബീയിങ് ഏബിൾ ടു ഡു വാട്ട് വി ഓട്ട് ടു ഡു. എന്തായിരിക്കും നമ്മുടെ ഈ അധിവാസ സ്ഥലത്തിൻ്റെ ഭാവി? സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും വിശകലനം ചെയ്ത് ക്ലൈമറ്റ് സെന്റർ രൂപപ്പെടുത്തിയ പ്രളയ ഭൂപടത്തിൽ ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിലെ ഒട്ടേറെ പ്രദേശങ്ങളിൽ സമുദ്രജലം കയറാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. കടലോര ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾക്കും ഭീഷണിയുണ്ട്. മുംബൈ, കൊൽക്കത്ത നഗരങ്ങളുടെ ഭാഗങ്ങളും കടലിനടിയിലാകുമെന്നാണ് വിലയിരുത്തുന്നത്. ആർക്കാണ് ഇവിടെ തെറ്റ് സംഭവിച്ചത്? നമുക്കോ അതോ പ്രകൃതിക്കോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യത്തക്ക വിധത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്താഗതിയാണ്. മുൻകാലങ്ങളിൽ അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ നാം ഇപ്പോൾ സാധ്യമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതായ ഒരു കാലയളവാണ്. നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും നമുക്ക് സാങ്കേതിക മികവ് നേടുവാൻ കഴിഞ്ഞെങ്കിലും 2018 നാം അനുഭവിച്ച ആ പ്രളയം എന്ത് പറ്റി നമുക്ക്? നമ്മൾ അറിഞ്ഞില്ലേ? അതേക്കുറിച്ച് നമുക്ക് കൃത്യമായ ഉത്തരവൊന്നും പറയാനൊക്കത്തില്ലെങ്കിലും നമുക്കറിയാം, ഒരു ദിവസം പെയ്ത മഴ അനേക ദിവസങ്ങളിൽ ലഭിക്കേണ്ട മഴയായിരുന്നു. അതോടുകൂടെ നദികളൊക്കെ ഒഴുകുവാൻ തുടങ്ങി. അങ്ങനെ അടുപ്പിച്ച് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും നമ്മുടെ പല സ്ഥലങ്ങളും പ്രളയക്കെടുതിയിലായി. ഇപ്പോൾ പ്രളയത്തിൻ്റെ ദുരന്താനുഭവങ്ങൾ വളരെ വേഗത്തിൽ വന്നുകൂടിയത് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു നാളായിരുന്നു അത്. ആദ്യം നമുക്ക് കുട്ടനാട്ടിലേക്ക് യാത്ര ചെയ്യാം. വഴിക്ക് കുറച്ച് നല്ല മനുഷ്യരെയും പരിചയപ്പെടാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു സമയത്ത് ദൈവത്തെ പോലും അറിയാതെ വളരെ മോശമായ രീതിയിൽ നടന്നൊരു വ്യക്തിയാണ്. 2014 എൻ്റെ ദേഹം മൊത്തം പഴുത്ത് ഉറുമ്പ് മരിച്ച് കിടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥകളിലേക്ക് എനിക്ക് തുണയായി നിന്നത് എൻ്റെ ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവാണ്. അതിനുശേഷം 2016 അവസാനത്തോടുകൂടി എൻ്റെ ഡിസ്കും വെയിനും എല്ലാം കൂടെ തെന്നിപ്പോയ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ പറഞ്ഞതാണ്. അന്ന് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് 1 കിലോ വെയിറ്റ് പോലും എടുക്കരുതെന്ന്. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു. ഈ പ്രളയത്തിന് വേണ്ടിയിട്ട് എന്നെ ഒരുക്കുവാൻ എൻ്റെ ദൈവം അന്ന് എൻ്റെ ഈ എല്ലാ അസുഖങ്ങളും മാറ്റിയതാണെന്ന് ഈ പ്രളയത്തിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമാണ് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. ഏറ്റവും സ്നേഹമുള്ള പ്രേക്ഷകരെ,
ഇത് ബൻസി ദൈവം കൊണ്ടുവന്നു തന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത്. രക്ഷകൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവം ഞങ്ങൾക്കായിട്ട് കൈനീരിക്കാർക്ക് കുട്ടനാട്ടുകാർക്കായിട്ട് കൊണ്ടുതന്ന വലിയ രക്ഷകനാണ് ബൻസിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ. ഇവരില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ ഒരു ദുരന്തമായിട്ട് പല ഭാഗങ്ങളും കൈനീരിയുടെയും കായൽപ്പുറത്തിൻ്റെയും ഒക്കെ പല ഭാഗങ്ങളിലും മാറിയേനെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രക്ഷിക്കാനായിട്ട് പോകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ തണുത്ത് വിറയ്ക്കുമ്പോഴൊക്കെ ദൈവം കൂടെയുണ്ട്, പിന്നെ നമുക്കെന്ത് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ബൻസിയാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. ചില നിമിഷങ്ങൾക്ക് ഞാൻ ഓർത്തു ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ ബൻസി പറയുന്നത്, ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ബൻസി ഇങ്ങോട്ട് പറയുകയാണ്. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ രക്ഷിക്കുവാനായിട്ട് പോകുന്നു, ഈശോയ്ക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അതിന് നമുക്കൊരു പ്രതിഫലവും വേണ്ട. എന്ത് നഷ്ടം വന്നാലും ശരി, നമുക്ക് പരമാവധി ആളുകൾ, എന്തുമാത്രം ആളുകൾ രക്ഷിക്കാവോ, എന്തുമാത്രം സമയം പോകാമോ അത്രയും സമയം പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കാനായിട്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബൻസിയിൽ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചത്. വലിയ ദൈവകൃപ നിറഞ്ഞൊരു മനുഷ്യനാണ്. അച്ഛനെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്, ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം, എന്നാലും ഞങ്ങളവിടെ അനുഭവിച്ചത്, ഞങ്ങൾ കണ്ടത് ഞങ്ങൾ പറയുന്നു. അച്ഛൻ എന്തോരം തീക്ഷ്ണതയോടുകൂടിയാണ് ഈ ദേശത്തെ ജനങ്ങളെ സ്നേഹിച്ചതെന്ന് അച്ഛൻ്റെ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ ആകാംക്ഷയോടെ ഞങ്ങളെ കാത്തു നിന്ന അച്ഛൻ ഞങ്ങളെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഏതോ ഒരു നിധി കിട്ടിയതുപോലെ അതിൽ കയറ്റാവുന്നത്രയും വെള്ളവും ഭക്ഷണ സാധനങ്ങളുമായിട്ട് കയറിയിട്ട് അതിൽ നിന്ന് ഒരു ബ്രെഡ് പോലും കഴിക്കാതെ ഈ 2-3 ദിവസം ഞങ്ങളോടൊപ്പം ഈ ലോഹയിൽ ചെളിയായിട്ട് അതൊന്നും നോക്കാതെ നീന്തറിയാത്ത അച്ഛൻ, കൂടുതൽ നീന്തൊന്നും അറിയത്തില്ല, അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഇവിടുത്തെ സഹോദരങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛന് നീന്തൊന്നും അറിയത്തില്ല, പക്ഷെ ഓരോരുത്തരും രക്ഷിക്കാൻ വേണ്ടി ഉള്ളിൽ ആളുകളുണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞൊരു പൊന്തിൽ വരുന്നു. എന്ത് തീക്ഷ്ണതയായിരുന്നു, അത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു, അമരത്ത് യേശുവുണ്ട്. അതായിരുന്നു ഞങ്ങൾക്ക് ധൈര്യം തന്നു, അതായിരുന്നു ഞങ്ങളുടെ ആവേശം. അവിടെ വിശപ്പ് തോന്നിയില്ല. അതൊക്കെ അച്ഛനെ പോലെ ആത്മീയ നിറവുള്ള വൈദികരുടെ സാന്നിധ്യമാണ്. അത് കാരണം ഏറ്റവും വലിയൊരു സഹോദരനാണോ എന്താണോ എന്നറിയത്തില്ല, അത്തരത്തിലുള്ളൊരു ബന്ധമായി പോയി. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ഇവരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ചങ്കിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ഓർക്കുമ്പോൾ കരച്ചിലുണ്ടാവും, പക്ഷെ വേറെ ഒന്നുമല്ല, സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ് ഞങ്ങളുടേത്. ഒരിക്കലും ഇവരൊന്നും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കത്തില്ല. കാരണം ദിവസവും പ്രാർത്ഥനയിൽ ഇവരെ ഓർക്കാറുണ്ട്. കാരണം ഞങ്ങളെപ്പോലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ വരുമ്പോൾ നമ്മളവരെ മറക്കുന്നത് ഒരിക്കലും ശരിയല്ല. ദൈവം പോലും ഞങ്ങളെ ശിക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാനിത് ആലോചിക്കായിരുന്നു, നമ്മളന്ന് വരുമ്പോൾ ഒരു വീടിന്റെ മാർക്കിംഗ് കേട്ടോ, ഞാൻ മാർക്കിംഗ് കേട്ടോ. ഓ, പക്ഷെ നമ്മള് മൊത്തം മുങ്ങിപ്പോയി, മറ്റേ തെങ്ങ് പോലും ഈ കേരളത്തിൽ 2018 പ്രളയമുണ്ടായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഈ അഭ്യർത്ഥനയും ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ 2017 ഓഖി ദുരന്തത്തിന് 60 ആൾ താഴ്ചയിൽ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. ഈ ഓഖിയിൽ ഞാൻ പോയ അനുഭവമാണ് TV കണ്ടപ്പോൾ ഈ പ്രളയബാധിതരെ രക്ഷിക്കാൻ പോകാൻ എന്നെ ഉത്തേജിപ്പിച്ചത്. ഞാൻ പോയത് ചെങ്ങന്നൂർ കല്ലിശ്ശേരി ഭാഗത്ത് ആണ്. ഞങ്ങൾ കടലിൽ പോകുന്നവരായതുകൊണ്ട് വെള്ളത്തിൽ ഞങ്ങൾക്ക് ഭയമില്ല. ഒഴുക്ക് അതിശക്തം. ഈ പമ്പയാർ നിറ കവിഞ്ഞൊഴുകുന്ന ഏറ്റവും ശക്തമായ സ്ഥലം. 17 ആൾ ആ സമയത്ത് വള്ളത്തിലുണ്ട്. വള്ളം ചെന്ന് ഇടിച്ച് വള്ളത്തിൻ്റെ താഴെ വശം 1.5 മീറ്ററോളം നീളത്തിൽ വിണ്ടുപോയി. പക്ഷേ ഫുൾ ടെക്ക് വള്ളമായതുകൊണ്ട് ഇത്രയും വിണ്ടിരിക്കുന്നത് വള്ളത്തിലിരിക്കുന്നവർ കാണുന്നില്ല. ഇവർക്കാണെങ്കിൽ നീന്തലോ വെള്ളത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അങ്ങോട്ടെന്ന് പറയുമ്പോൾ വിശാലമായ വയൽ പ്രദേശങ്ങളും ഇതുമാണ്, തെങ്ങിൻ തോപ്പുകളാണ്. ഇതിൽ പോയി കഴിഞ്ഞ് രക്ഷയില്ല. ഈ ഞങ്ങളുടെ വള്ളം അപകടപ്പെട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് മറ്റൊരു വള്ളം മറിഞ്ഞ്
അതിൻ്റെ കൂടെ മറ്റൊരു വള്ളം ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ വെച്ച് 2-3 പിഞ്ചു കുഞ്ഞുങ്ങളും മറ്റേ സ്ത്രീകളും മരിക്കാനുള്ള ചാൻസ് ആയിരുന്നു. പക്ഷെ വേറൊരു വള്ളം ഉണ്ടായതുകൊണ്ട് അവരെ രക്ഷിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്കൊരു ആവേശമുണ്ട്. കടലിൽ പോയി മീൻ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിന്നീടെന്ന് പറയുമ്പോൾ എന്തകലെ പോയി മീൻ പിടിക്കാനൊരു വാശിയുണ്ട്. അതുപോലെ ആയിരുന്നു പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. ഞങ്ങളുടെ ഈ കരങ്ങളുടെ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ മത്സ്യബന്ധനത്തിന് പോയി തഴമ്പും പരിക്കുമൊക്കെ പറ്റി വികൃതമായ കരങ്ങളാണ്. പക്ഷേ അവരെ രക്ഷിച്ചത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ കരങ്ങളായിട്ടാണ് ഈ പ്രദേശങ്ങളിലെല്ലാം പ്രവർത്തിച്ചത്. ഒരു പ്രശ്നം വന്നാൽ ഓടിയെത്തുന്ന ഒരു സൈന്യം കേരളത്തിനുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. കേരള ജനതയുടെ സ്വന്തം സൈന്യം. അങ്ങനെ അനേകർ കൈകോർത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഭീമമായ നാശനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ കഴിഞ്ഞു. പലരെയും വിഷമത്തിലാക്കി. അതിൻ്റെ ആഘാതം ഇതുവരെ തീർന്നിട്ടില്ല. പല മേഖലകളിൽ ഇപ്പോഴും പ്രയാസത്തിലും ദുരിതത്തിലുമാണ്. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ആ സമയമായപ്പോൾ 2019 വന്നിരിക്കുന്നു പ്രളയം. അത് കേന്ദ്രീകരിച്ചിരുന്നത് പ്രധാനമായും കേരളത്തിൻ്റെ ഉത്തര ജില്ലകളിലാണ്. അവിടെ ഉണ്ടായ പ്രളയം ഒരു സങ്കടകരമായ അവസ്ഥ കൂടെ നമുക്ക് നേരിടുവാൻ ഇടയായിത്തീർന്നു. നിലമ്പൂർ പട്ടണം ഇന്ന് സാധാരണഗതിയിലാണ്. ഇവിടെ വെച്ചാണ് ജോസിനെ പരിചയപ്പെടുന്നത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് ജോസ്. ഞാനിപ്പോൾ നിലമ്പൂരാണ്, എൻ്റെ സ്വന്തം നാട്. ഈ കഴിഞ്ഞ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉയർന്ന പ്രദേശമാണിത്. നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം, ആ കാണുന്ന ഓപ്പോയുടെ ആ ഫസ്റ്റ് ഫ്ലോർ മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു 2-3 ദിവസത്തേക്ക്. 3 ദിവസം പൂർണ്ണമായും ഇവിടെ യാത്രാഗതാഗതം സ്തംഭിച്ചിരുന്നു. ഒരു നെടുവീർപ്പോടെയാണ് ജോസ് ഓരോ സ്ഥലത്തേക്കും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങൾ എത്തിയത് പാതാർ. ഇത് നമ്മുടെ ഈ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയാണല്ലേ? അതെ, വഴിയാണത്. റോഡിൽ നിന്ന് അവർക്ക് മുറ്റത്തേക്കുള്ള പുറത്തേക്കുള്ള വഴിയാണ്. നടന്നു കിടന്ന വഴിയാണത്. നടന്നു കിടന്ന വഴിയായിരുന്നല്ലേ? അതെ അതെ. അല്ലല്ല, ഈ കാണുന്ന പാറകളൊക്കെ ഇവിടുന്ന് ഒഴുകി വന്നതാണ്. 2 ആൾക്കാർ പിടിച്ചാൽ പറ്റാത്ത മരങ്ങളൊക്കെയാണല്ലോ. അതെ അതെ, വെള്ളത്തിൽ തന്നെ ഒഴുകി വന്നതാണ്. എല്ലാം ഒഴുകി വന്നതാണ്. ആൾക്കാർ വന്ന് മെഷീൻ വാളിൽ മുറിച്ച് അവിടെ ഈ റോഡ് ഒഴിവാക്കി ആ മുറ്റത്ത് ഞങ്ങളുടെ റൂമിലേക്ക് കയറി കിടന്ന മരങ്ങളാണ് അധികം. ഞങ്ങളുടെ പേരാണത്. അപ്പോൾ ആ പേരയിലേക്ക് റൂമിൽ നിന്നൊക്കെ ഒഴിവാക്കിയതാണ്. ഈ പ്രദേശമൊക്കെ അപ്പോൾ മൊത്തം വെള്ളത്തിനടിയിലാണ്. ഒരുപാട് ഉയരത്തിൽ വെള്ളം. ഇവിടെ നമ്മൾ കുഴിയിലല്ലേ നിൽക്കുന്നത്. ഇവിടെ കുഴിയായി പോയതാണ്. ഇവിടെ ഒരുപാട് ഉയരത്തിൽ വെള്ളം വന്നു. ഭയങ്കര ഭീകരതയായിരുന്നു. 5:30 മുതൽ 6:30 വരെ വെള്ളം നിറഞ്ഞ് ഭീകരാന്തരം സൃഷ്ടിച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമായിരുന്നു. കല്ലും മരങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ ആകെ ഞങ്ങൾ പേടിച്ച് വിറച്ച് അങ്ങനെ ക്യാമ്പിലേക്ക് ഓടിയത് എല്ലാവരും കൂടെ. കാട് കയറി ഓടി. റോട്ടിൽ കൂടെ ആരും പോയില്ല. ഈ കാട്ടിൽ കൂടെ നടന്നാണ് പോയത്. പൂൾപ്പടത്തേക്ക് എല്ലാവരും. പിന്നെ പൂൾപ്പടത്തൊക്കെ രക്ഷാപ്രവർത്തകർ വന്നിട്ട് വേഗം ഞങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോയി. ഇവരൊക്കെ ഞാൻ അപ്പുറത്ത് ഒറ്റപ്പെട്ട് പോയി കുറേ ആൾക്കാരപ്പോൾ. അന്ന് രാത്രി എനിക്ക് ഞങ്ങൾ വരാൻ പറ്റിയില്ല. കാരണം എല്ലാം റോഡും ബ്ലോക്കായി പോയി. മരങ്ങളും റോഡും എല്ലാം വന്നിട്ട് നടന്നു പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെയാണ് ഇങ്ങോട്ട് വന്ന് നോക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ തലേദിവസം കണ്ട മാതിരിയൊന്നുമല്ല. ആകെ ഇളകി മറിഞ്ഞ് ഭയങ്കര ഭീകര അന്തരീക്ഷിച്ച് വെള്ളം മരങ്ങളായിട്ട് പാറകളും വന്ന് കിടക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾ നോർമലായിട്ടില്ല, അത്രയ്ക്ക് ഇതായിട്ടാണ്. എൻ്റെ അനിയൻ ഉസ്മാൻ പറഞ്ഞ ആളെ വീടാണ്. അനിയൻ 20 കൊല്ലമായിട്ട് ഗൾഫിലായിരുന്നു. ജൂലൈയിൽ കല്യാണം കഴിഞ്ഞ് പോയതാണ്, നിക്കാഹ് കഴിഞ്ഞ് പോയതാണ്. പിന്നെ ആഗസ്റ്റ് 8-ാം തീയതിയാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത്. പുള്ളി പൊട്ടി പെര പോയി. അവന് വന്നിട്ടില്ല. ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്, വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെയാണ് പറയുന്നത്. 2019 ഓഗസ്റ്റ് 8-ാം തീയതി ഏകദേശം ഒരു 5:30 ഈ പാതാർ എന്ന മനോഹരമായ ഗ്രാമത്തെ നെടുക്കിയ ഒരു ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്.
അതുവരെയും ഈ ഭൂമിയുടെ ഭൂപ്രകൃതി വളരെ മനോഹരമായി കടന്നിരുന്ന ഭൂപ്രകൃതിയായിരുന്നു ഇത്. അന്ന് ഏകദേശം 5:30 ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരുപാട് വ്യക്തികളുടെ അധ്വാനവും കഷ്ടപ്പാടും എല്ലാം തകർന്നടിച്ച് ഇവിടുത്തെ വീടുകൾ എല്ലാം നാമാവിശേഷമാക്കിക്കൊണ്ട് ജനങ്ങളെ ഭീതിയിലാകർത്തി നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം അന്ന് നടന്ന ആ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി. ഇവിടെ വന്നിട്ട് 48 കൊല്ലമായില്ലേ? 48 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 48 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അതെ ഇങ്ങനെ ദുരിതം കാണുന്നതും ഇത്ര ഭീകരാന്തരീക്ഷം കാണുന്നതും. ആ കാണുന്നതാണ് പോത്തല്ലിയിൽ നിന്ന് ഇങ്ങോട്ട് ഞെട്ടിക്കുളം വഴി പനക്കയം വഴി ഇങ്ങനെ നിലമ്പൂർക്ക് പോകുന്ന വഴിയാണിത്. PW റോഡാണ്. ആ റോഡാണ് തകർന്നിട്ട് മറ്റേ തിരിഞ്ഞ് വഴി പോയത്. ഇപ്പം തൽക്കാലം നന്നായിട്ട് ഇപ്പോൾ വണ്ടി ഓടാൻ പരുവത്തിനാക്കി. എന്നാലും വണ്ടി തൽക്കാലം പോകുന്നു മാത്രമേ ഉള്ളൂ. വളരെ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന പാതാർ എന്ന പ്രദേശമാണിത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് പാലം താൽക്കാലികമായി നിർമ്മിച്ച ഒരു പാലമാണ്. ഇത് ഈ പ്രളയത്തിന് മുൻപ് ഇത് കോൺക്രീറ്റ് പാലമായിരുന്നു. നമുക്കിപ്പോൾ കാണാം ആ പാറകൾ നിൽക്കുന്ന സ്ഥലത്ത് 2-3-4 വീടുകളുണ്ടായിരുന്നു. ആ വീടുകളെല്ലാം പൂർണ്ണമായി നാമവിശേഷമായിരിക്കുകയാണ്. പ്രളയത്തിന് മുമ്പ് ഇത് ചെറിയൊരു തോട് മാത്രമായിരുന്നു. അതിന് പ്രളയത്തിന് ശേഷമാണ് ഇതേപോലെ വലിയ പാറകൾ മുകളിൽ നിന്ന് ഉരുണ്ടു വരികയാണ് ചെയ്തിരുന്നത്. മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട് ഉരുൾപൊട്ടൽ. അത് വെള്ളത്തിൻ്റെ തള്ളൽ കൊണ്ടുണ്ടാകുന്നതാണെന്ന നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ശരിയുമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്ര ശക്തിയേറിയ വലുതായ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത്? ഏത് സ്ഥലത്താണിതുണ്ടായത് എന്ന് പരിശോധിച്ചപ്പോൾ ലഭിച്ചതായ ഒരു നിഗമനം, മുൻകാലങ്ങളിൽ ധാരാളം വൃക്ഷങ്ങളുണ്ടായിരുന്നു. വൃക്ഷത്തിൻ്റെ വേരുകളാണ് ഈ മണ്ണിനെ അവിടെ ഇടിഞ്ഞു പോകാത്ത വിധം ഒന്നിപ്പിച്ച് നിർത്തിയത്. അത് ശരിയാണ്. എന്നാൽ കുറേശ്ശെയായി ആ മരങ്ങളൊക്കെ വെട്ടിയണക്കെയും അതുപോലെ ഉള്ള ഉരുൾപൊട്ടൽ ഉണ്ടായില്ല. ചെറിയ തോതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൻ്റെ സമയത്ത് ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കണം ചില ശാസ്ത്രജ്ഞർ പറഞ്ഞത് അന്ന് ഉണ്ടായിരുന്ന വൃക്ഷത്തിൻ്റെ വേരുകൾ അത് വെട്ടി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ വേരുകൾ അങ്ങ് ദ്രവിച്ചു പോയി. അപ്രകാരം വേരുകൾ ദ്രവിച്ചപ്പോൾ വേര് പോയതായ ഇടങ്ങളൊക്കെ ദ്വാരങ്ങളായി. ആ ദ്വാരങ്ങളിലേക്ക് വെള്ളം ശക്തിയായി ഒഴുകി വരികയും അങ്ങനെ അവിടെ സമ്മർദ്ദം കൂടുകയും അതിനോട് ചേർന്ന് ഈ മണ്ണ് താങ്ങി നിർത്തിയിരുന്ന പാറക്കെട്ടുകളും എല്ലാം കൂടെ ഒരുമിച്ച് മണ്ണിനെയും കൊണ്ട് താഴേക്ക് പതിച്ചു. അങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകാനിടയായതിൻ്റെ ഒരു കാരണമെന്ന് നാം മാധ്യമങ്ങളിൽ കൂടെയൊക്കെ കേട്ടറിഞ്ഞതാണ്. കവളപ്പാറ കണ്ടപ്പോൾ ഒരു യുദ്ധഭൂമിയുടെ പ്രതീതിയായിരുന്നു. വളരെ മനോഹരമായൊരു കുന്നിൻ ചെരുവിടമായിരുന്നു ഇവിടം. ഇടർന്ന ശബ്ദത്തിലായിരുന്നു ജോസ് ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 45ഓളം വീടുകൾ പൂർണ്ണമായും നാമാവിശേഷമായി. 11ഓളം പേരുടെ മൃതശരീരങ്ങൾ ഇന്നും ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നമുക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അനീഷേട്ടൻ, ശ്രീധരേട്ടൻ, വിനോയ്, അങ്ങനെ എല്ലാവരെയും ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായിരുന്നു. അവരെല്ലാവരും ഈ ഒരു ദുരന്തത്തിൽ അകപ്പെട്ട് വേർപിരിഞ്ഞു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ദുരന്തമുണ്ടായ നിമിഷങ്ങളിലാണ് എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായത്. കേരള ജനതയുടെ ഒരു കൂട്ടായ്മയും അവരുടെ ഒരു സഹകരണവും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട് വേദനയുടെ, ഭീതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ സ്വാന്തനത്തിൻ്റെ, സഹായത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കരസ്പർശവുമായി നമ്മുടെ കേരള ജനത ഒന്നിച്ചൊറ്റക്കെട്ടായി ഈ പ്രദേശത്തെ സഹായിച്ചു എന്ന ഒരു കാര്യം ഇപ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളായിരിക്കുന്നത് നമ്മുടെ ജയേട്ടൻ്റെ കൂടെയാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം വളരെ സുപരിചിതനാണ് നമ്മുടെ ജയേട്ടൻ. ഈ കവളപ്പാറ ദുരന്തത്തിൽ തലനാരി ഇരക്കി രക്ഷപ്പെട്ടതാണ് നമ്മുടെ ജയേട്ടൻ. അപ്പോൾ ജയേട്ടനോട് ഈ വിഷയത്തെപ്പറ്റി നമുക്ക് ചോദിക്കാം. ജയേട്ടാ, ഈ ഒരു സംഭവം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? പറയാം.
ആഗസ്റ്റ് 8-ാം തീയതി, അതായത് തലേന്ന് 7-ാം തീയതി പുത്തുമലയിലുള്ള ഉരുൾപൊട്ടൽ കാരണം നമ്മൾ ചാലിയാറിൻ്റെ പ്രദേശങ്ങൾ മൊത്തം 2 കര ഏകദേശം വെള്ളത്തിൽ മൂടിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലേക്ക്, അതായത് 8-ാം തീയതി രാവിലേക്ക് ആയപ്പോഴത്തേനും ഭൂതാനത്തെ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ മൊത്തം ചാലിയാറിൻ്റെ 2 കരയിലുള്ള ആളുകളും മുഴുവൻ രക്ഷാപ്രവർത്തകരായിരുന്നു. എല്ലാവർക്കും പണിയാണ്. ഞങ്ങൾ തൊടുമുട്ടി എന്ന് പറഞ്ഞ പ്രദേശം, നമ്മുടെ തൊടുമുട്ടിയില്ലേ, നമ്മുടെ തൊടുമുട്ടിയിലുള്ള ആൾക്കാർ ഒരു 3-4 വീടുകളിലുള്ള ആൾക്കാർ ഒരു വീട്ടിൽ കുടുങ്ങി. ഞാനും ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മരണപ്പെട്ട അനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, ബാബു, ഒരു ജ്യേഷ്ഠൻ, ഭൂതാനത്തുള്ള ഒരുപാട് ചെറുപ്പക്കാർ, അവരെ വടം കെട്ടി ചെമ്പിൽ ഇരുത്തിയിട്ടാണ് സ്ത്രീകളെയും കുട്ടികളെ കൊണ്ടുവന്നത്. ആ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ തന്നെ ഈ 8-ാം തീയതി വൈകുന്നേരം ഒരു 6 മണി 6:15 അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനീഷ് പറഞ്ഞു നമുക്ക് കവളപ്പാറയിൽ നിന്ന് പോയി നോക്കണം, ഒരു അപകട സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ മാറ്റി പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് കരുതില്ല, നമുക്കൊന്ന് പോയി നോക്കണം, എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയാണെങ്കിൽ കൊടുക്കണം, അല്ലെങ്കിൽ മാറാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും വല്ല കലക്കവെള്ളം എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് പറയണമെന്ന് നമുക്ക് സൂചിപ്പിച്ച് പോരാം. കൊണ്ടുവരാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ശരി, എന്നാൽ പോവാം. ജാണ്ട് പറഞ്ഞു. ഓൻ വീട്ടിൻ്റെ അവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു, ജാണ്ട് വരില്ല ചോദിച്ചു. ശരി, ഞാൻ വരാറുണ്ട്. ഞാൻ വണ്ടി നിർത്തില്ല, നടന്നു പോന്ന് പിന്നെ അനീഷിൻ്റെ വീട്ടിൽ നടന്ന് പോനെയും കൂട്ടി അവിടെ നിന്ന് നടന്നു പോകുന്നു. സനീഷിൻ്റെ അച്ഛനല്ലേ, അനീഷിൻ്റെ അച്ഛൻ ശശിയേട്ടനോടൊക്കെ പറഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പറഞ്ഞു. നമുക്ക് അവിടെ ഭക്ഷണത്തിൽ ഉണ്ടാക്കി കഴിക്കാം. ഇവിടെ വന്ന് വിജയേട്ടൻ്റെ വീട്, ആ കാണുന്ന അവിടെയാണ് വിജയേട്ടൻ്റെ വീട്. അവിടെ ചെന്ന് കയറി ഒരു 3-4 മിനിറ്റ് ഉള്ളൂ. വിജയേട്ടൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളൊരു പ്രധാന ഉദ്ദേശം. അപ്പോൾ ചെറിയ ചെറുക്കൻ ജിഷ്ണു പറഞ്ഞ പയ്യൻ തോടിൻ്റെ ഇക്കര നടന്ന് പോകുന്നുണ്ട്. അവൻ തോടന്ന് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുക. അതിൽ പിന്നെ മൂത്ത മകൻ, ഈ പട്ടാളക്കാരൻ, മരണപ്പെട്ട പട്ടാളക്കാരൻ, പിന്നെ വിഷ്ണു എന്ന് പറയും, അവൻ പറഞ്ഞു, ചേട്ടാ അവൻ തോടക്കര കയറി പോയിട്ട്. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങാതെ പറയലും ഒരു പ്രത്യേക രീതിയിലുള്ള മഴ, അന്നത്തെ മഴ അറിയാമല്ലോ, പൊളിഞ്ഞ് ചാടുന്ന ദിവസം മഴ. അതിൽ ശരി അനുഷ്ഠ ഇറങ്ങാൻ നിൽക്കട്ടെ, നല്ല മഴ, അതൊന്ന് ദൂരം നോക്കട്ടെ. അതിൽ കുട കൈ ഇറങ്ങാൻ വേണ്ടി കുട കൈ പിടിച്ചാൽ അതിലങ്ങോട്ട് ഒരു ഒച്ച കേട്ടൊരു എരമ്പൽ. അപ്പോൾ കൊലമേരിക്കാണ് ഞാനും അനീഷും സൂത്രത്തിൽ വിജയേട്ടനും. അതിൽ എരമ്പൽ കേട്ട് ഇങ്ങനെ ഞാൻ ഈ സിറ്റേണ്ട ഈ സൈഡിലിരിക്കണേ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി. അപ്പോൾ അനീഷ് നടന്നു. അതിൽ വിജയേട്ടൻ അനീഷിൻ്റെ കയ്യിനോട് പിടിക്കണ പരമാർത്ഥം ഒരു സെക്കൻഡിനുള്ളിൽ ശക്തിയായിട്ട് പുറത്ത് വന്നിട്ട് ഈ ചളിമണ്ണ്, കുഴമ്പ് രൂപത്തിലുള്ള ചളിമണ്ണ് പുറത്തുണ്ടടിച്ചു. അതൊക്കെ പിന്നീട് ചളിയെന്നുള്ളത് നമ്മൾ ഊഹിച്ചെടുക്കട്ടോ. അപ്പോൾ പുറത്തേക്ക് അടിച്ചു. ആ വിജയേട്ടൻ സിറ്റ് അവിടെ നിന്ന് തെറിച്ചൊരു കാർമിക വീണത്. ആ കാർ ഏകദേശം 6-7 മീറ്റർ ദൂരെയായിരുന്നു, ജിഷ്ണു പറഞ്ഞ പയ്യൻ്റെ കാറാണ്. അത് കൊണ്ടുപോയിട്ട് അതിൽ അവിടുന്ന് കാറിനൂടെ സ്ലിപ്പായി താഴെ കുഴിക്ക് ചാടി. പക്ഷേ ആ പിന്നെ ചെറിയൊരു ചെരിവ് വന്നിട്ടുണ്ട് ആ മണ്ണിടിഞ്ഞതിൻ്റെ ഷേപ്പ് നോക്കിയാൽ അറിയാം. അതിൽ അവിടുന്ന് ഈ കട്ടിങ്ങി ചാടി ഈ താഴെ ഏകദേശം നിരപ്പിൽ പോന്നു. അപ്പോൾ കുറച്ച് ദൂരം മണ്ണിൻ്റെ അടിയിൽ കൂടെ പോകുന്നു പുറത്ത് കടന്നു യാതൊരു രക്ഷയില്ല. അതിൽ എന്ത് ചെയ്തു, ഒരുപാട് മരങ്ങൾ വെച്ചുകൊണ്ട് തല പുറത്ത് കിട്ടിയപ്പോൾ കൈമ ഹെഡ്ലൈറ്റ് ഉണ്ട്, ആ ഹെഡ്ലൈറ്റ് ഊരി കളഞ്ഞു. ഡ്രസ്സെല്ലാം പോയി, ഷർട്ട് പോയില്ല, മുണ്ടൊക്കെ കയറി പറഞ്ഞു പോയി, മൊത്തം വരഞ്ഞിട്ട് ശരീരം മൊത്തം മുറിയായിരുന്നു. പക്ഷെ വേദന അറിഞ്ഞില്ല. അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ ശരീരത്തിന്. അതിൽ ഒരുപാട് മരങ്ങൾ കുത്തിയൊലിച്ച് പോയിട്ടുണ്ട്. അതിൽ ഒരു മരത്തിന് കമ്പം പിടുത്തം കിട്ടിയപ്പോൾ ഇങ്ങനെ ഈ കാണുന്ന ചെരുവില്ലേ, ആ ചെരുവിൽ ഇങ്ങനെ കീഴ്പ്പെട്ട് ഇറങ്ങി ഈ തോടിൻ്റെ ഏകദേശം നിരപ്പില്ല. തോടിൻ്റെ ഒപ്പം എത്തിയില്ല, തോടിൻ്റെ മേൽക്കൂടെ അവിടുന്ന് ആ ചളിയിൽ കൂടെ ഇഴഞ്ഞും വലിഞ്ഞും ശരിക്കും എന്താ പാമ്പ് ഒന്നുമല്ല, ഇഴഞ്ഞും വലിഞ്ഞു പോയിട്ട് ഞാൻ ആ സുധാരമാഷ തോട്ടം ഏകദേശം 350-400 മീറ്റർ ദൂരം ഉണ്ടാവും. അവിടെ പോയി ചെന്ന് അപ്പോൾ തന്നെ ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ നമ്മൾ സുനിൽ അപ്പേൻ്റെ സുനിലിൻ്റെ ലൈറ്റ് കണ്ട് ഞാൻ ഊഹിച്ചു, എനിക്ക് മനസ്സിലായത് അവനായിരിക്കും. നമുക്ക് ഈ ഏരിയ സ്ഥിരമായിട്ട് പരിചയമുള്ള ഏരിയ. അതിൽ സുനിലെ ഞാനിങ്ങനെ അവിടുത്തെ പെട്ടുണ്ട്. അപ്പോൾ കൂക്കാൻ വയ്യ, ഒച്ച പുറത്തേക്ക് വരുന്നില്ല. അതിൽ എന്ത് വലിഞ്ഞ് കയറി റോട്ടിൽ ചെന്നു. അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. റോട്ടിൽ ചെന്ന് ഇവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അന്ന് രാത്രി അവിടെ നിൽക്കുന്നതൊരു ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ ഈ ആ ഒരു ഭീകരമായ ഒച്ചയായിരുന്നു ഈ മല പൊട്ടിയപ്പോൾ. ഈ ഹെലികോപ്റ്ററൊക്കെ നമ്മൾ തലയ്ക്ക് തൊട്ട് മുകളിൽ കൂടെ പറക്കുമ്പോൾ ആ ഒച്ച കാതുകളിൽ ഇങ്ങനെ മുഴങ്ങിയിട്ട് ഉറക്കം കിട്ടുന്നില്ല. പിന്നെ ഈ ഒപ്പം നിന്ന ആളുകൾ, അനീഷൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 വയസ്സ് മുതൽ അങ്ങനെയുള്ള കൂട്ടുകാരാണ്. അത് നഷ്ടപ്പെട്ടതിൻ്റെ വേദന. പിന്നെ ഒപ്പമുള്ള വിജയേട്ടനെയൊക്കെ അറിയാലോ, ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ട ബിനോയ്, സഹദേവൻ, അതൊക്കെ ഭയങ്കരമായിട്ട് അതിങ്ങോട്ട് ഓർത്തിട്ട് മനസ്സിന് ഒരു സമാധാനമല്ല, ഉറക്കല്ല. 10-15 ദിവസം ഉറക്കോളി 13 ദിവസം. എന്തായാലും ദൈവത്തിൻ്റെ കരങ്ങൾ അസാധ്യമായ ശക്തി. അത് നമുക്ക് എന്താ പറയുക, ഇത് താങ്ങിയെടുക്കുക, കോരിയെടുക്കുക എന്നൊക്കെ പറയില്ലേ. ഞാൻ ഇനി ഈ ഭൂമിയിൽ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ടുണ്ടാകും, അതിനായിരിക്കും എന്നെ ബാക്കി വെച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവത്തിന് പേരൊന്നുമില്ല, ഏത് ദൈവമായോ. ചിലപ്പോൾ എന്താ പറയുക, കൂടുതൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങനെ പറയാനൊരു, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു മാനസിക പ്രശ്നമുണ്ട്. സങ്കടകരമായ കാഴ്ചകളായിരുന്നു പിന്നെയും കാണാൻ സാധിച്ചത്. ഈ പ്രകൃതിയുടെ മേൽ കൈവരിച്ച ഓരോ വിജയങ്ങളെയും ഓർത്ത് നാം അഹങ്കരിച്ചു പോയി. അങ്ങനെയുള്ള ഓരോ വിജയങ്ങൾക്കും പ്രകൃതി നമ്മോട് പകരം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്.
നാം അന്യായമായി കൈവശം വെച്ച് അനുഭവിക്കുന്നത് എന്തും ആരുടെയും അനുവാദം കൂടാതെ തിരികെ കൊണ്ടുപോകാൻ പ്രകൃതിക്ക് കഴിയും. എല്ലാം കണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കാനേ നമുക്ക് കഴിയും. നേരിട്ട നഷ്ടങ്ങളിൽ നിന്നും നാം പാഠം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇനിയും വൈകിയിട്ടില്ല. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനും നമ്മുടെ വരും തലമുറയ്ക്ക് ബാക്കി നിർത്താനും നമ്മുടെ കയ്യിൽ ഒന്നും കാണില്ല. പ്രകൃതിയുമായുള്ള നമ്മുടെ ഈ വടംവലി മത്സരം എന്നേക്കുമായി നമുക്ക് അവസാനിപ്പിക്കാം. സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് പ്രാക്ടിക്കലായി ചിന്തിക്കാം. 5 പൈസയുടെ ചിലവില്ലാതെ ഇന്നും നമുക്ക് ജീവവായു നൽകുന്നില്ലേ ഇവൾ? അതുപോലും നമ്മൾ മലിനമാക്കിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നന്ദിയുള്ളവരാകാം. പ്രകൃതിയെ ആദരിച്ച് ജീവിക്കാം. നല്ല മൂല്യങ്ങളാണ് നമുക്ക് നന്മ കൈവരുത്തുവാനിടയാക്കി തീർക്കുന്നത്. അല്ലെങ്കിൽ ആർക്ക് വേണേലും സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള രീതിയിലാണ് ചിലരുടെ ചിന്ത. അതുപയോഗിച്ച് എന്തു ചെയ്യുന്നു? തിന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്താണ് വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം എന്നുള്ളത് വിജ്ഞാന സമ്പാദനമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഭാരതത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞത്, സ്വഭാവഗുണമില്ലാത്ത വിദ്യാഭ്യാസം വിനാശകരമാണ്, ഡേഞ്ചറസ്, വിനാശകരമാണെന്ന്. നോക്കണേ, അന്നവർ പറഞ്ഞത് ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. കാരണം വിജ്ഞാനം കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള മൂല്യാവബോധം കൊടുക്കുന്നില്ല. അപ്പം നല്ല മൂല്യാവബോധം കൊടുക്കണം. നമുക്ക് പരിചിതമുള്ള ചില മൂല്യങ്ങളുണ്ടല്ലോ: സ്നേഹം, സത്യം, ധർമ്മം, ശാന്തി, അഹിംസ, ക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, തുല്യത, മര്യാദ, കാരുണ്യം. ഇങ്ങനെ അനേക സ്വഭാവഗുണവിശേഷങ്ങൾ നമ്മിൽ രൂപപ്പെടുത്തി തരുവാൻ തക്കതായ മൂല്യാവബോധം കൂടെ കൊടുക്കണം. ഇന്ന് പല ക്യാമ്പസുകളും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. പ്രളയ ദുരിതം ഏറ്റുവാങ്ങിയ കുട്ടനാട്ടിലെ ജനങ്ങളെ സെൻറ്റ് ബർക്കിമാൻസ് കോളേജിലെ ക്യാമ്പസിൽ കൊണ്ടുവരികയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഞാൻ ഓർമ്മിക്കുന്നു. NSSും NCCയും ഇതര സംഘടനകളും അധ്യാപകരും കൂടി ഒരു ആഴ്ച ഈ ദുരിതത്തിന് ഇടയായ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം ചെയ്യുകയും അവരുടെ എല്ലാവിധ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്തതും ഞാൻ ഓർക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഇവിടെ നടന്ന ഈ ക്യാമ്പ് യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഉദാഹരണമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നമ്മുടെ യുവജനങ്ങൾ അവസരങ്ങൾ വരുമ്പോൾ അതനുസരിച്ചിട്ട് ഉയർന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ട്. ഞാനത് നേരിൽ കണ്ടതുമാണ്. ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്
ജീവിത വിജയത്തിന് ഒരു വ്യക്തിയെ സഹായിക്കുന്നതിൽ 85% പങ്കും സ്വഭാവഗുണത്തിനാണ്. ഈ പഠിക്കുന്നതെല്ലാം കൂടെ കൂട്ടിയെടുത്താൽ 15% അത് സഹായിക്കുന്നുള്ളൂ. അപ്പം നല്ല മൂല്യങ്ങളാണ് ഒരുവനെ നല്ല മനുഷ്യനാക്കി തീർക്കുന്നത്. ഈ കഴിഞ്ഞ 2 വർഷവും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറേ വെല്ലുവിളികൾ നിറഞ്ഞ വർഷമായിരുന്നു. അതുകൊണ്ട് ഈ വരുന്ന വർഷം, ഈ 2020 അല്ലെങ്കിൽ 2020 എന്ന് പറയുന്നത് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഈ പുതുവർഷത്തിൽ ഞാൻ കേരളത്തിന് വേണ്ടി വിശുദ്ധ കുർബാനയിൽ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നടന്നാൽ മതിയോ? നമ്മുടെ പ്രകൃതിയും കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് കിറ്റുകളൊക്കെ ഞങ്ങളങ്ങ് ഒഴിവാക്കി പകരം ഈ കിറ്റുകളാക്കി. ഹാപ്പി ന്യൂ ഇയർ. യുവജനങ്ങളായ ഞങ്ങൾക്ക് ഒത്തിരിയേറെ അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അത് പാഠ്യേതര മേഖലകളിലായിക്കോട്ടെ. പക്ഷേ അതിനോടൊക്കെ നോ പറയുക എന്നത് ഒരു സാധാരണ പ്രവണതയാണ്. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. എനിക്ക് കിട്ടിയിരിക്കുന്ന പല ഓപ്പർച്യൂണിറ്റീസിനോടും ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പുതുവത്സരത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം, എനിക്ക് കിട്ടുന്ന അവസരങ്ങളെ അത് എൻ്റെ നാടിനും സമൂഹത്തിനും നന്മയ്ക്ക് ഉപകരിക്കുന്നവയാണെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് എൻ്റെ ഉത്തരവാദിത്തങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നിർവഹിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എല്ലാ യുവജനങ്ങൾക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് എത്രയേറെ ജീവനുകളാണ് റോഡിൽ ഇല്ലാണ്ടാകുന്നത്. മാത്രമല്ല നമ്മുടെ പോലീസ് അധികാരികൾക്കും നമ്മൾ എന്തിനാണ് വെറുതെ പണി കൊടുക്കുന്നത്? ബൈക്കിലിരിക്കുന്നവർക്കും ഇപ്പോൾ ഹെൽമെറ്റ് പ്രധാനമാക്കിയത് എന്തായാലും നന്നായി. കാരണം നമ്മുടെ ജീവിതം പോലെ തന്നെ അവരുടെ ജീവനും വിലപ്പെട്ടതല്ലേ. അതുകൊണ്ട് ഈ പുതുവത്സരത്തിൽ ഹെൽമെറ്റ് അതില്ലാതെ ഞാൻ റോഡിൽ വണ്ടി ഇറക്കില്ല. ഹാപ്പി ന്യൂ ഇയർ. പോവാടാ പോവാ. ഈ പുതുവത്സരത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം എൻ്റെ ഈശോയുടെ കൂടെ കുറച്ചുകൂടെ സമയം ചെലവഴിക്കാനും അതിൽ നമ്മുടെ മേലധികാരികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനാശംസകൾ. ഈ 2020 പിറന്നു വീഴുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ വിഷയം ഇതുതന്നെയാണ്, ഈ സ്മാർട്ട് ഫോൺ. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറച്ചുകൊണ്ട് വ്യക്തി ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ അപഹാസ്യപ്പെടുത്തുവാനോ കുറ്റപ്പെടുത്തുവാനോ തയ്യാറാകാതെ ഈ 2020 നല്ല നല്ല തീരുമാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങളുടെ ഈ ഐക്യവും സ്നേഹവും സാഹോദര്യവും എന്നേക്കും നിലനിർത്തും. ഇനിയുള്ള കാലം ഈ സൗഹൃദം കൂടുതൽ ദൃഢപ്പെടുത്തുകയും ചെയ്യും. പുതുവത്സരാശംസകൾ. പ്രകൃതി ദുരന്തമില്ലാത്ത നല്ല ഒരു നാളെ ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു. പുഴകളാലും മലകളാലും മരങ്ങളാലും സമ്പന്നമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും നമ്മുടെ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഇനി ഒരു തിരിച്ചുപോക്ക് സാധ്യമാണ്. നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി പ്രകൃതിയെ കാത്തു സൂക്ഷിച്ചതുപോലെ നമുക്കും ഭാവി തലമുറയ്ക്കായി പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുവാനുള്ള കടമയുണ്ട് എന്ന് ആരും മറക്കരുത്. മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും പ്രകൃതി ചൂഷണങ്ങളിൽ നിന്നും പ്രകൃതി സംരക്ഷണത്തിലേക്കുള്ള ഈ ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്.